നമസ്കാരം. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ മൂന്നിലൊന്ന് ഭാഗവും ഉറങ്ങാനാണ് ഉപയോഗിക്കുന്നത്. നല്ല ഉറക്കം കിട്ടേണ്ടത് പകൽ സമയത്തെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ അത്യന്താപേക്ഷിതമാണ്. നല്ല ഉറക്കം കിട്ടേണ്ടതിന് വേണ്ടി നാം പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നിദ്രാ ശുചിത്വം അഥവാ സ്ലീപ്പ് ഹൈജീൻ എന്നറിയപ്പെടുന്നത്. ഇതിനുവേണ്ടി നാം പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമതായി ചിട്ടയായ ഉറക്കം. നമ്മുടെ തലച്ചോറിലെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന പീനിയൽ ഗ്ലാൻഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണാണ് നമ്മുടെ ഉറക്കത്തിന്റെ താളത്തെ നിയന്ത്രിക്കുന്നത്. ഈ ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവ ഘടികാരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ചിട്ടയായ ഉറക്കം, അതായത് ദിവസവും 6 മണിക്കൂറിൽ കുറയാതെ ഉള്ള ഉറക്കം, ഒരേ സമയത്ത് കിടന്ന് ഒരേ സമയത്ത് എഴുന്നേൽക്കുക, ഇത്തരം ചിട്ടയായ ഉറക്കം ഈ ബയോളജിക്കൽ ക്ലോക്കിന്റെ പ്രവർത്തനത്തിന് അനിവാര്യമാണ്. ഇതോടൊപ്പം തന്നെ TV, മൊബൈൽ, ലാപ്ടോപ്പ് തുടങ്ങിയ സ്ക്രീനുകളിൽ നിന്ന് വരുന്ന നീലരശ്മികൾ ഈ മെലറ്റോണിന്റെ അളവിൽ താളപ്പിഴകൾ ഉണ്ടാക്കുന്നു. അതിനാൽ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഇത്തരം സ്ക്രീനുകളുടെ ഉപയോഗം പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടതാണ്. പകൽ സമയത്ത് 30 മുതൽ 45 മിനിറ്റ് വരെയുള്ള വ്യായാമം നല്ല ഉറക്കം പ്രദാനം ചെയ്യുമെങ്കിലും രാത്രി കിടക്കുന്നതിന് തൊട്ടു മുൻപുള്ള കഠിനമായ വ്യായാമങ്ങൾ നാം ഒഴിവാക്കേണ്ടതാണ്. പകൽ സമയത്ത് കഴിവതും ഉറങ്ങാതിരിക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ 1 മണിക്കൂറിൽ താഴെ മാത്രം ഉറങ്ങുക. ഉച്ചയ്ക്ക് 3 മണിക്കൂർ ശേഷമുള്ള ഉറക്കം നാം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന അഥവാ സ്റ്റിമുലന്റുകളായിട്ടുള്ള കഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ, അതായത് കാപ്പി, ചോക്ലേറ്റ് തുടങ്ങിയ പദാർത്ഥങ്ങളുടെ ഉപയോഗം നാം പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടതാണ്. ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, മദ്യം നല്ല ഉറക്കം പ്രദാനം ചെയ്യുമെന്ന്. വാസ്തവത്തിൽ മദ്യം ചിഹ്നമായ അഥവാ ഫ്രാഗ്മെന്റ് സ്ലീപ്പാണ് പ്രദാനം ചെയ്യുന്നത്. ഇക്കാരണത്താൽ രാത്രിയിൽ പലതവണ എണീക്കുകയും പകൽ സമയത്ത് ക്ഷീണം അനുഭവിക്കുന്നതിനും കാരണമാകും. അതുകൊണ്ട് മദ്യപാനം നല്ല ഉറക്കത്തിന് തടസ്സമായി കണ്ടുവരുന്നു. മദ്യം പോലെ തന്നെയാണ് പുകയില ഉൽപ്പന്നങ്ങളും. പുകയില ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന രാസപദാർത്ഥം കഫീനെ പോലെ തന്നെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന വസ്തുവാണ്. ഇക്കാരണത്താൽ നല്ല ഉറക്കത്തിന് ഇത് തടസ്സമായി നിൽക്കുന്നു. പണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്ന വ്യക്തികൾ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിർത്തിയതിനു ശേഷം നല്ല ഉറക്കം കിട്ടിയതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് ലഘുവായ ഭക്ഷണമാണ് ഉത്തമം. കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ. അമിതമായി ഭക്ഷണം കഴിക്കുന്നതും വെറും വയറ്റിൽ കിടക്കുന്നതും നല്ല ഉറക്കത്തിന് തടസ്സമാണ്. നാം കിടക്കാൻ ഉപയോഗിക്കുന്ന മുറിയും ഇതുപോലെ തന്നെ പ്രാധാന്യം നിറഞ്ഞതാണ്. വൃത്തിയുള്ളതും ശാന്തവും ഇരുട്ടുമുള്ളതുമായ മുറി വേണം നാം തിരഞ്ഞെടുക്കേണ്ടത്. ചൂട് കുറഞ്ഞ മുറി തിരഞ്ഞെടുക്കേണ്ടതും വളരെ ആവശ്യമാണ്. നാം കിടക്കുന്ന മുറിയിൽ അഥവാ കിടക്കുന്ന കട്ടിലിൽ TV കാണുക, ഭക്ഷണം കഴിക്കുക, വായിക്കുക തുടങ്ങിയ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കിടക്കുന്ന കട്ടിലുകൾ കഴിവതും ഉപയോഗിക്കാതെ ഇരിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല ഉറക്കം കിട്ടുകയും പകൽ സമയത്ത് നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് സഹായിക്കുകയും ചെയ്യുന്നു. നന്ദി.